നമസ്കാരം. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മക്കയിൽ നടന്ന ക്രെയിൻ ദുരന്തവും വിശ്വാസ ലക്ഷ്യങ്ങൾ പ്രാർത്ഥനയിലൂടെ അതിനെ അതിജീവിച്ചതും ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങളുമെല്ലാമാണ് ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. മക്കയിൽ നടന്ന വൻ ദുരന്തത്തിന്റെ ആഘാതത്തിലും പ്രാർത്ഥനയുടെ കരുത്തിലുമാണ് ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ. ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം അനുഷ്ഠിക്കാനെത്തിയ തീർത്ഥാടകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത വേദനയാണ് ക്രെയിൻ ദുരന്തം നൽകിയതെങ്കിലും ദൈവത്തിൻ്റെ വിധിക്കൊപ്പം സഞ്ചരിക്കുക എന്ന വിശ്വാസ തീവ്രതയിൽ വിശ്വാസികൾ അതിനെ മറികടന്നു കഴിഞ്ഞു. ഹജ്ജ് പകർന്ന സംയമനത്തിൻ്റെയും പ്രാർത്ഥനാഭരിതമായ ജീവിതത്തിൻ്റെയും സകലതും അല്ലാഹുവിൽ സമർപ്പിക്കുന്ന പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ഇപ്പോഴും ഹറം പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന തീർത്ഥാടകർ. വർഷം തോറും 90 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഹജ്ജ് തീർത്ഥാടന കാലത്ത് മാത്രം 20 മുതൽ 25 ലക്ഷം വരെയും. ആത്മസമർപ്പണത്തിന്റെ വിശുദ്ധ മന്ത്രവുമായി അഷ്ടദിക്കുകളിൽ നിന്നെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ മക്കയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശമാണ് വിശുദ്ധ ഭൂമിയിൽ ഒരുമിക്കുന്ന തീർത്ഥാടക ലക്ഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിനിടെ ഉണ്ടായ ദുരന്തം വിശുദ്ധ ഭൂമിയെ ദുഃഖസാന്ദ്രമാക്കി. വെള്ളിയാഴ്ചയിലെ ജുമുഅ പ്രാർത്ഥന കഴിഞ്ഞ് മക്കയിലെ മസ്ജിദുൽ ഹറം ജനനിബിഡമായിരുന്നു. വൈകിട്ട് 5:45 അടുത്ത് 40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന അന്തരീക്ഷ ഊഷ്മാവ് താഴ്ന്നു. ശക്തമായ കാറ്റ് ആഞ്ഞു വീശി. മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത. കനത്ത മഴയും പെയ്തതോടെ അന്തരീക്ഷ താപം 25 ഡിഗ്രിയായി താഴ്ന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്രെയിനുകളിലൊന്നാണ് മസ്ജിദുൽ ഹറം വികസനത്തിനായി ബിൻ ലാദൻ ഗ്രൂപ്പ് എത്തിച്ചിരുന്നത്. ശക്തമായ കാറ്റിൽ കടപുഴകിയ വോൾഫ്രാക്കൺ ക്രെയിൻ ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതവും കാര്യക്ഷമത ഉള്ളതുമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറമിൽ സ്ഥാപിച്ച വോൾഫ് 355 ബി ഗണത്തിലുള്ള ക്രെയിന് 28 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ്. മാത്രമല്ല ഇത് 60 മീറ്റർ ഉയരത്തിൽ ഭാരം വഹിക്കുന്നതിനും വിവിധ കോണുകളിലേക്ക് വളരെ വേഗം ചലിപ്പിക്കുന്നതിനും സാധിക്കും. 1 മിനിറ്റിൽ 40 മീറ്റർ ചലിക്കാനും ഇതിന് സാധിക്കും. ശക്തമായ കാറ്റിലും മഴയത്തും കൂറ്റൻ ക്രെയിൻ കടപുഴകിയതാണ് ദുരന്തത്തിന് കാരണം. ഹറമിന്റെ വികസന പദ്ധതി 2020 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രിട്ടീഷ് ആർക്കിടെക്ട് നോർമാനും ഇറാഖി ആർക്കിടെക്ട് സഹ ഹദീദുമാണ് ഹറം ഷെരീഫിന്റെ പുതിയ വികസന പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. തിരുഗേഹങ്ങളുടെ സേവകന്മാരായ സൗദി ഭരണാധികാരികളായ ഫഹദ് ബിൻ അബ്ദുൽ-അസീസ് അൽ സൗദും അബ്ദുള്ള ബിൻ അബ്ദുൽ-അസീസ് അൽ സൗദും തുടങ്ങിവെച്ച ഹറം വികസന പദ്ധതികളിൽ ഏറ്റവും ബൃഹത്തായ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب. 100 ബില്യൺ റിയാൽ മുതൽ മുടക്കുള്ള പദ്ധതി പൂർത്തിയാകുമ്പോൾ 20 ലക്ഷം വിശ്വാസികൾക്ക് ഒരേ സമയം പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം മസ്ജിദുൽ ഹറമിൽ ലഭ്യമാകും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. الحادث والمصاب العظيم اللي صار في الحرم المكي، حادث سقوط رافعة، تلقيناه ببالغ الحزن والأسى حقيقة.
نتج ونجم عن هذا الحادث عديد من الوفيات وعديد من الإصابات. الوفيات بلغت إلى 107 تقريبا، الإصابات بلغت 250 شخص، ويمكن العدد فيه قابل للزيادة، بينهم يعني كثير من الأجناس والجنسيات. طبعا نتقدم للحكومة الهندية ببالغ التعزيات على وفاة يمكن 11 شخص من الهند، كمان كل الدول العربية، كل الدول الإسلامية، كل الشعب حقيقة نتقدم لهم بالغ الحزن والأسى. طبعا نشكر يعني حكومة خادم الحرمين الشريفين اللي باشرت الحادث مباشرة. في نفس الوقت ലോക മുസ്ലിങ്ങൾ പ്രാർത്ഥനാവേളയിൽ മുഖം തിരിക്കുന്ന കഅബാലയത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാനുള്ള സ്ഥലം പൂർണ്ണമായും വികസിപ്പിക്കുന്നതാണ് മൂന്നാം ഘട്ട വികസന പദ്ധതിയുടെ ശ്രദ്ധേയമായ നിർമ്മാണ പ്രവൃത്തികൾ. നിലവിൽ മണിക്കൂറിൽ 48,000 തീർത്ഥാടകർക്ക് പ്രദക്ഷിണം ചെയ്യാനുള്ള സൗകര്യമാണുള്ളതെങ്കിൽ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ 1.5 ലക്ഷം തീർത്ഥാടകർക്ക് പ്രദക്ഷിണം ചെയ്യാൻ ഇവിടെ സൗകര്യം ലഭിക്കും. നിലവിൽ 3.56 ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ 7.70 ലക്ഷം വിശ്വാസികൾക്ക് സൗകര്യമാണ് മസ്ജിദിനുള്ളിൽ ഉള്ളത്. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ 45.6 ലക്ഷം സ്ക്വയർ മീറ്ററായി സൗകര്യം വർദ്ധിക്കും. ഇത് 12 ലക്ഷം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയും. ഇതിനു പുറമെ പുതിയ വികസന പദ്ധതി പ്രകാരം 2.5 ലക്ഷം വിശ്വാസികൾക്ക് കൂടി പ്രാർത്ഥനയ്ക്ക് മസ്ജിദിലെ കോർട്ട്യാർഡിൽ സൗകര്യമൊരുക്കും. 22 എസ്കലേറ്ററും 12 ലിഫ്റ്റുകളുമാണ് അധികമായി മസ്ജിദുൽ ഹറമിൽ മൂന്നാം ഘട്ടം പൂർത്തിയാവുന്നതോടെ സജ്ജീകരിക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി 11 ലക്ഷം തീർത്ഥാടകർ വിശുദ്ധ ഭൂമിയിലെത്തിയ വേളയിലാണ് ദുരന്തം ക്രെയിനിന്റെ രൂപത്തിലെത്തിയത്. ഒരു മലയാളി വനിത ഉൾപ്പെടെ 12 ഇന്ത്യക്കാരടക്കം 111 തീർത്ഥാടകരാണ് ക്രെയിൻ ദുരന്തത്തിൽ മരിച്ചത്. പാലക്കാട് സ്വദേശിനി മുഅമിന ഇസ്മായിലാണ് മരിച്ച മലയാളി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 238 പേരിൽ 15 തീർത്ഥാടകർ ഇന്ത്യക്കാരാണ്. ഇപ്രാവശ്യത്തെ ഹജ്ജിനുള്ള എല്ലാ ഒരുക്കങ്ങളും സൗദി ഗവൺമെൻറ് വളരെ വിപുലമായ രീതിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് തന്നെ ഈ പ്രാവശ്യം കൂടുതൽ സുരക്ഷാ നടപടികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു ദാരുണമായ സംഭവം വളരെ പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സുരക്ഷാ നടപടികളും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരോ ഇന്ത്യയിൽ നിന്ന് വന്നവരോ ആരും വ്യാകുലപ്പെടേണ്ടതില്ല. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കുന്നതിനും അതോടെ ഹജ്ജ് കർമ്മത്തിന് വന്നവരുടെ ഹജ്ജ് നിർവഹിക്കാനുള്ള എല്ലാ സുരക്ഷിത സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അന്ന് തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് ഏകദേശം 1.25 കോടിയോളം രൂപയാണ് സൗദി ഗവൺമെൻറ് ഓഫർ ചെയ്തിട്ടുള്ളത്. പരിക്ക് പറ്റിയവർക്ക് സാരമായ പരിക്ക് പറ്റിയവർക്ക് ഏതാ 5 ലക്ഷം രൂപ, ഏകദേശം 85 ലക്ഷത്തോളം രൂപയും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് അതോടെ തന്നെ ഹജ്ജ് പരിക്ക് പറ്റിയവരുടെ ഹജ്ജ് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ളതായ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷവും ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ 2 പേർക്ക് വന്ന് ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി വന്ന് തന്നെ ഹജ്ജ് ചെയ്യാനുള്ളതായ അറേഞ്ച്മെൻറ്റ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ മഹത്വമായ ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു വളരെയധികം സന്ദേശമാണ് ഈ ഗവൺമെൻറ് ഇവിടുത്തെ രാജാവും ഇവിടുത്തെ ഗവൺമെൻറ്റും നൽകപ്പെടുന്നത്. കാരണം ഈ ഹജ്ജിനെ അത്ര പരിശുദ്ധമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ളതായ ദീർഘകാലമായ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കപ്പെടുന്നതാണ് ഈ പ്രവർത്തനം. അന്ന് വന്ന ഒരു സംഭവം യാദൃച്ഛികമാണ്. ഹജ്ജിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വിശുദ്ധ ഹറമിലുണ്ടായ ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മക്ക ഗവർണറും സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉപദേഷ്ടാവുമായ അമീർ ഖാലിദ് അൽ ഫൈസൽ അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് എയർ ആംബുലൻസുകളും പ്രത്യേകം സജ്ജീകരിച്ച വാഹനങ്ങളിലും പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നതിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കേറ്റ ആരുടെയും ഹജ്ജ് മുടങ്ങില്ല. നമ്മുടെ കോൺസുലേറ്റിൽ ഒരുപാട് ആൾക്കാർ ഒവ്വൊരു ആളുടെ ഫാമിലിക്കടുത്തും ഒരാളിട്ട് അവർക്ക് എല്ലാവരും സിംപ്ലിഫൈ ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കേസ് മാത്രം ബാക്കി ബാലൻസ് നമ്മൾ മാക്സിമം എല്ലാവരും, ഞാൻ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ എല്ലാവരും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് ആ സമയം.
അത് മാത്രമല്ല നമ്മുടെ 24/7 ഹെൽപ്പ് ലൈൻ ഇമീഡിയറ്റ് ആയിട്ട് പബ്ലിസൈസ് ചെയ്തതാണ്, ടോൾ ഫ്രീ ലൈൻ ഇമീഡിയറ്റ് ആയിട്ട് പബ്ലിസൈസ് ചെയ്തതാണ്. ഒരു 83 കേസസ് ഓഫ് മിസ്സിംഗ് കേസസ് കിട്ടി നമ്മൾ. എല്ലാവരും ഇപ്പം ചിലപ്പോൾ അവർ കടയ്ക്ക് പോയിട്ടുണ്ടാകും, ചില ആൾക്കാർ ജദ്ദ പോയിട്ടുണ്ടാകും, എല്ലാവരും പെട്ടെന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ അതെല്ലാം നമ്മൾ റീകൺസൈൽ ചെയ്ത് നമ്മളെല്ലാം അത് ഉടനെ ഇമീഡിയറ്റ് ആയിട്ട് അവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തതാണ്. ഇപ്പോൾ ഫെസിലിറ്റീസ് അൽഹംദുലില്ലാ ഒരുപാട് നല്ല ഇമ്പ്രൂവ്മെൻറ്റാണ്. ഈ കൊല്ലം ഗ്രീൻ ഏരിയ ഹറത്തുക്ക് അടുത്തുള്ള ഏരിയയിൽ 98% ബിൽഡിങ്സിൽ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി അതെങ്കിൽ എല്ലാം ഹോട്ടൽ ടൈപ്പ് ബിൽഡിങ്സാണ് കൊടുത്തിട്ടുണ്ട്. അപ്പുറം ഇത് അല്ലാതെ പിന്നെ അസീസിയ ട്രാൻസ്പോർട്ട്, അസീസിയയിലെ ഒരു 60,000 ഹാജി ഉണ്ടല്ലോ, നമ്മൾ 63,000 ഉണ്ട്. അവർക്ക് ബസ്സോടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ടണലിലും ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും. അപ്പുറം മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്താ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഇതല്ലാതെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ, ഒരു മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ അത് 32,000 ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ. അതിൽ ഹാജിയുടെ എല്ലാ ഇൻഫർമേഷനും കിട്ടും. അവരുടെ ലൊക്കേഷൻ, ഇപ്പോൾ മക്കാല ഉണ്ടെങ്കിൽ മക്കാല അവരുടെ റെസിഡൻസ് ഉള്ള ലൊക്കേഷൻ എവിടെയാണ്, മദീനത്തിലെ റെസിഡൻസ് ലൊക്കേഷൻ എവിടെയാണ്, മിനാവിലെ ടെൻറ്റ് ലൊക്കേഷൻ എവിടെയാണ്, അതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ ഖാദിമുൽ ഹുജാജയുടെ നമ്പർ, എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഇതല്ലാതെ ഇപ്പോൾ വാട്സാപ്പിലൂടെ ഈ പോപ്പുലാരിറ്റി നോക്കിയിട്ട് ഹജ്ജിക്ക് മാത്രം ഒരു സ്പെഷ്യലി ഒരു വാട്സാപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്നുണ്ട്. പരിക്കേറ്റ വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരെ നേരിൽ കണ്ട് എല്ലാവർക്കും ഹജ്ജ് നിർവഹിക്കുന്നതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അമീർ ഖാലിദ് അൽ ഫൈസൽ അറിയിച്ചിട്ടുണ്ട്. ക്രെയിൻ ദുരന്തം ഉണ്ടായി 48 മണിക്കൂറുകൾക്കകം അന്വേഷണ റിപ്പോർട്ട് മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ നൈഫിന് സമർപ്പിച്ചു. സൗദി അരാംകോയിൽ നിന്നും സൗദി കൌൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിൽ നിന്നുമുള്ള വിദഗ്ധരുടെ സഹായം അന്വേഷണ കമ്മിറ്റി തേടിയതിനു ശേഷമാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് മക്ക ഗവർണറുടെ ഉപദേഷ്ടാവ് ഡോക്ടർ ഹിഷാം അൽ ഫാലിഹ് പറഞ്ഞു. ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നൂറുകണക്കിന് വിശ്വാസികളുടെ ജീവനാണ് രക്ഷിച്ചത്. അൽനൂർ സ്പെഷ്യലിസ്റ്റ് ആശുപത്രി, അജിയാദ് ആശുപത്രി, കിങ് ഫൈസൽ ആശുപത്രി തുടങ്ങി 6 ആശുപത്രികൾ ഇപ്പോഴും തീർത്ഥാടകരുടെ പരിപാലനത്തിനായി സുസജ്ജമാണ്. സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാൻ രാജാവ് അദ്ദേഹം തന്നെ തൊട്ടടുത്ത ദിവസം മസ്ജിദുൽ ഹറാമിൽ ഈ അപകട സ്ഥലം സന്ദർശിക്കാൻ അദ്ദേഹം എത്തി. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, അദ്ദേഹം ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ് ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ള മക്കയിലെ അൽനൂർ ആശുപത്രിയിൽ ഇന്നിപ്പോൾ പത്രങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടെ കൊടുത്ത ഒരു ചിത്രം, ഇറാനിൽ നിന്നെത്തിയ വൃദ്ധയായ ഒരു തീർത്ഥാടക, ഈ അപകടത്തിൽ പരിക്കുപറ്റിയ സ്ത്രീയാണ്. അവർക്ക് ഓർക്കാപ്പുറത്തൊരു അതിഥിയെ കിട്ടി. അവർ വിസ്മയത്തോടെ നോക്കുകയാണ്. കടന്നു വരുന്ന ആരാണ്? സൗദി അറേബ്യയുടെ ഭരണാധികാരി, രാജാവ് വന്നപ്പോൾ തന്നെ അവർക്കൊരു ആശ്വാസമായി. അപ്പോൾ രാജാവ് ഇവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഭരണാധികാരി എന്നുള്ള നിലക്ക് നമുക്കൊക്കെ മതിപ്പ് തോന്നിയത്, അദ്ദേഹം പറഞ്ഞു ഇതിന് ഒന്നും രഹസ്യമാക്കുന്ന പ്രശ്നമേ ഇല്ല, എന്താണ് സംഭവിച്ചത് എല്ലാം സുതാര്യമായിരിക്കും, എല്ലാ കാര്യങ്ങളും എൻ്റെ ജനങ്ങൾ അറിയണം, എൻ്റെ നാട്ടുകാരറിയണം, ഒപ്പം ഇവിടെയുള്ള വിദേശി സമൂഹം അറിയണം. വിശുദ്ധ ഹറമിലെ ക്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തുമെന്ന് ഭരണാധികാരി സൽമാൻ രാജാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി തുടർച്ചയായിട്ട് യാതൊരു ഹജ്ജ് വേളയിൽ യാതൊരു അപകടങ്ങളോ മരണങ്ങളോ ഉണ്ടായിട്ടില്ല. വളരെ രോഗം കൊണ്ടുണ്ടാകുന്ന മരണങ്ങളല്ലാതെ മറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ പ്രാവശ്യവും വളരെ സുരക്ഷിതമായ രീതിയിൽ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയും ഹജ്ജ് നിർവഹിക്കുന്നതിനുള്ളതായ ശ്രമങ്ങൾ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മളും ഇവിടെയുള്ള സൗദിയിലുള്ള ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരും ഇവിടുത്തെ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് അനധികൃതമായ ഹജ്ജിന് പോകുന്നതിനുള്ള പ്രവണത ഒഴിവാക്കിക്കൊണ്ട് സുഖമായി നടക്കുന്നതിന് വേണ്ടിയും എല്ലാ ഹാജിമാർക്കും ആ ഹജ്ജ് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മളും സഹകരിക്കുകയും ഗവൺമെൻറ്റിനോടും നമ്മളോടൊപ്പവും പരസ്പരം നമ്മൾ സഹകരിച്ചാൽ മാത്രമേ ഈ ഹജ്ജ് വിജയിക്കുകയുള്ളൂ. പരിശുദ്ധ ഹജ്ജ് കർമ്മം മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുകയും പരസ്പര പിണക്കങ്ങളും വിദ്വേഷങ്ങളും ഇല്ലായ്മ ചെയ്യുകയും കാരുണ്യവും കനിവും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം മാനവിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ഈദുൽ അൽഹ അഥവാ വലിയ പെരുന്നാൾ ത്യാഗത്തിന്റെ ഓർമ്മ പെരുന്നാളായാണ് അറിയപ്പെടുന്നത്. ഹജ്ജിന്റെ പുണ്യം സംബന്ധിച്ച കൂടുതൽ വിശേഷങ്ങൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രപഞ്ചം മുഴുവൻ ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അലകൾ ഉയർത്തി ബലിപ്പെരുന്നാളിന്റെ ആഘോഷത്തിമിർപ്പിലാണ്. ഏതൊരു ആഘോഷത്തിന് പിന്നിലും മനുഷ്യന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന
നിരവധി ചരിത്ര സംഭവങ്ങളും സന്ദേശങ്ങളുമുണ്ട്. നാം ആഘോഷിക്കുന്ന ബലിപ്പെരുന്നാൾ 4000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഐതിഹാസിക ചരിത്ര സംഭവങ്ങളുടെ നിതാന്ത സ്മരണകളാണ് ഉണർത്തുന്നത്. ആരാധിക്കപ്പെടേണ്ടുന്ന അള്ളാഹു ദൈവം ഒന്നാണ് എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും വിശ്വസിക്കുന്ന ഓരോ സത്യവിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെ തന്നെ നിർബന്ധമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നത്. ആരോഗ്യവും യാത്രാ സൗകര്യവും സമ്പത്തും ഉള്ള എല്ലാ സത്യവിശ്വാസിക്കും ഇത് നിർബന്ധമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പുണ്യപുരാതനമായ മക്ക ഭൂമി സന്ദർശിക്കുകയും അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആ ദൈവിക ഭവനം അത് സന്ദർശിച്ച് ലോകത്തെല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന ആ സന്ദർഭത്തിന് സാക്ഷിയാവുകയും പ്രവാചകന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ ആ പുണ്യദേശത്ത് നിന്നും ഉറങ്ങിയും നടന്നും എറിഞ്ഞും കൊണ്ട് പറയപ്പെട്ട ആരാധനകൾ നിർവഹിക്കുന്നത് ആണ് വാസ്തവത്തിൽ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ബാബിലോണിയൻ, അസീരിയൻ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായ യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികളുടെ ഇടയിൽ മെസപ്പൊട്ടാമിയ എന്ന പേരിലറിയപ്പെടുന്ന ആധുനിക ഇറാഖിലാണ് ദൈവദൂതനായ ഇബ്രാഹിം നബി ജനിച്ചത്. ഭൗതികമായ പ്രലോഭനങ്ങളിൽ വശംവദനാകാതെ തന്റെ ഇച്ഛകൾ മുഴുവനും ദൈവേച്ഛയ്ക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം ചരിത്രത്തിലെ തന്നെ ഉജ്ജ്വല വിജയം കൈവരിച്ചു. ജീവിതപാതയിലെ മുൾക്കിരീടങ്ങൾ, അഗ്നികുണ്ഡം, ശക്തമായ പരീക്ഷണങ്ങൾ ഇവയെല്ലാം ഇബ്രാഹിം മനോദാഢ്യത്തോടെ നേരിട്ടു. സ്വന്തം തട്ടകത്തിൽ ബാബിലോൺ ജനതയ്ക്കും രാജ്യം ഭരിക്കുന്ന നമ്രൂദ് ചക്രവർത്തിക്കും വേണ്ടി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന കുടുംബത്തിൽ പൗരോഹിത്യ വർഗത്തിൽ പിറന്ന ഇബ്രാഹിമിന് വേണമെങ്കിൽ ആ പാരമ്പര്യം ഏറ്റെടുത്ത് സുഖസൗകര്യങ്ങളുടെ മടിത്തട്ടിൽ ആർത്തുലസിക്കാമായിരുന്നു. പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് പ്രകൃതിശക്തികളെ ഉപമിക്കുന്നതും അവയുടെ പ്രതിരൂപങ്ങളാക്കി അവയെ ആരാധിക്കുന്നതും ഇബ്രാഹിം വെറുത്തു. തന്റെ ഈറ്റില്ലത്തിൽ നിന്നും തുടങ്ങി രാജ്യത്തും രാജധാനിയിലും അദ്ദേഹം വിഗ്രഹാരാധനയെക്കെതിരെ പോരാടി. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വീട് വിട്ടിറങ്ങി. അവസാനം നമ്രൂദ് ചക്രവർത്തിയുടെ തീക്കൂട്ടത്തിൽ എറിയപ്പെട്ടു. എന്നാൽ ഈശ്വര കൃപ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഈജിപ്ഷ്യൻ ഗോത്രവർഗത്തിൽപ്പെട്ട തൊലി കറുത്ത മുടിചുരുണ്ട ഹാജറയെ ഇബ്രാഹിം വിവാഹം ചെയ്തു. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തന്റെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള നിരന്തരമായ ആഗ്രഹവും പ്രാർത്ഥനയും ആ വന്ധ്യവയോധികനെ ദുഃഖിതനാക്കി. എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ടു. ഹാജറ ഗർഭം ധരിച്ചു. വീട്ടിൽ സന്തോഷം കളിയാടി. 10 മാസം കഴിഞ്ഞു ഹാജറ കുഞ്ഞിന് ജന്മം നൽകി. വീണ്ടും പരീക്ഷണം. ഇബ്രാഹിമിനിതാ ദൈവകൽപ്പന വന്നു. ഹാജറയെയും കുഞ്ഞിനെയും പരിശുദ്ധമായ കഅബാലയത്തിനടുത്ത് താമസിപ്പിക്കാനായിരുന്നു കൽപ്പന. ഈജിപ്തിൽ നിന്ന് കടലും കരയും താണ്ടി തന്റെ കുഞ്ഞിനെയും തോളിലേറ്റി പ്രിയസഖിയുമായി യാത്ര. അവസാനം മക്കയിലെത്തി. വിജനമായ പ്രദേശം. ഇബ്രാഹിം കുഞ്ഞിനെയും ഭാര്യയെയും മരുഭൂമിയിൽ താമസിപ്പിച്ചു. തോൽപാത്രത്തിലുള്ള വെള്ളവും അല്പം ഈന്തപ്പഴവും നൽകി തിരിച്ചു പോരുകയാണ്. കരുതിവച്ച വെള്ളവും ഭക്ഷണവും കഴിഞ്ഞതോടെ ഹാജറയ്ക്ക് ആദിയായി. മാറിടം വറ്റിവരണ്ട ഉമ്മ, ചുണ്ടുനനയ്ക്കാൻ ജലാംശമില്ലാതെ കുഞ്ഞ്, വെള്ളത്തിനു വേണ്ടിയുള്ള ഒരു ഉമ്മയുടെ ഉദ്യോഗത്തോടെയുള്ള കരച്ചിൽ, സഫാ കുന്നിൽ നിന്നും മർവയിലേക്കുള്ള ഓട്ടം, തിരിച്ചു വരുമ്പോൾ ഇസ്മായിലിന്റെ ഇളം കാലിനടിയിൽ നിന്നും നിർഗളിക്കുന്ന ജലധാര, അതാണ് സംസം. ജലം കണ്ട് ആളുകൾ തമ്പടിക്കാൻ തുടങ്ങി. അങ്ങനെ മക്ക ജനനിബിഡമായി. ഇബ്രാഹിം ഈജിപ്തിൽ നിന്ന് തിരിച്ചെത്തി. വീണ്ടും ദൈവത്തിന്റെ അതിശക്തമായ പരീക്ഷണം. ഇബ്രാഹിമിന്റെ ക്ഷമ വീണ്ടും അല്ലാഹു പരീക്ഷിക്കുകയാണ്. സ്വപ്നത്തിൽ തന്റെ അരുമപുത്രനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കണമെന്ന് കൽപ്പന. അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ ആ പിതാവ് ഉറപ്പിച്ചിറങ്ങി. ഹാജറയോട് കാര്യം പറഞ്ഞു. ഇസ്മായിലിനോട് വിഷയം അവതരിപ്പിച്ചു. കുളിച്ചൊരുങ്ങി വസ്ത്രവും അണിഞ്ഞ് ആ മകനും ഊരിപ്പിടിച്ച കത്തിയുമായി ഇബ്രാഹിമും അടുത്തുള്ള മിന എന്ന പർവ്വത താഴ്വരയിലേക്ക് നീങ്ങി. ലോകം തന്നെ വിറങ്ങലിച്ച നിമിഷം. ദൈവകൽപ്പന നിറവേറ്റാൻ ഒരു പിതാവ് തന്റെ മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാനൊരുങ്ങുന്ന ചരിത്രത്തിലെ അപൂർവ നിമിഷം. മകന്റെ മുഖം കണ്ടാൽ തന്റെ നിശ്ചയദാർഢ്യം ചോർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മകനെ കമഴ്ത്തിക്കിടത്തുകയാണ് ഇബ്രാഹിം. ക്ഷമയോടെ കിടക്കുകയാണ് ഇസ്മായിൽ. കഴുത്തിൽ കത്തിവെച്ച് അറുക്കാൻ തുടങ്ങി. കഴുത്ത് മുറിയുന്നില്ല.
കോപാകുലനായ ഇബ്രാഹിം കത്തികൊണ്ട് പാറയിൽ വെട്ടി. പാറ രണ്ടായി പിളർന്നു. ദൈവിക മാലാഖ ജിബ്രീൽ അതാ പ്രത്യക്ഷപ്പെടുന്നു. ഇബ്രാഹിമിന്റെ ജീവിതത്തിലെ അത്യുന്നത വിജയത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ അവിടെ എത്തിച്ചു. അങ്ങനെ ഇസ്മായിലിന് പകരം ഇബ്രാഹിം ആടിന് ബലി നൽകി. ഈ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ആരെങ്കിലും ഹജ്ജിന് വേണ്ടി വരികയും തെറി പറയാതെ, തിന്മകൾ പ്രവർത്തിക്കാതെ, ഉപദ്രവങ്ങൾ ചെയ്യാത്ത വിധത്തിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ദൈവശാസനയ്ക്കും നീതിക്കും മുൻപിൽ ഭൗതിക ലോകത്തിന് വശംവദരാകാതെ മരണശേഷമുള്ള ജീവിതത്തിലും വിജയം വരിക്കണമെന്ന് ജനസമൂഹത്തിന് ഇബ്രാഹിം മാതൃകയാണ്. أشهد أن لا إله إلا الله. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഇലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏതു വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jivan.tv. ടെലിഫോൺ നമ്പർ 0484233815 അല്ലെങ്കിൽ 0484233811. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.